പൊട്ടി ജനലിൻ്റെ ചില്ലൊന്ന് മാറ്റിയാലോ? വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ നമ്മുടെ വീട്ടിലെ ജനലിൻ്റെ ചില്ല് മാറ്റാവുന്നതാണ്. നമ്മളിതിൽ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ പൊട്ടിയ ഗ്ലാസിൻ്റെ റീപ്പറുകളൊക്കെ ഒന്ന് ഇളക്കി മാറ്റുക. അപ്പോൾ ഞാനിതിവിടെ ജനലിൽ നിന്ന് ഊരിയെടുക്കാതെ ആ ഷട്ടർ അവിടെ തന്നെ നിർത്തിക്കൊണ്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഉളി വെച്ച് മെല്ലെ മെല്ലെ തിക്കിയെടുക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ട് അടിക്കുക എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇളകി നിൽക്കുന്ന ചില്ല് നേരെ കാലുമൊക്കെ വരും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെല്ലെ ടൈം എടുത്തത് മെല്ലെ മെല്ലെ ഇളക്കിയെടുക്കുന്നത്. റീപ്പർ അങ്ങ് ഇളക്കിയെടുക്കുക. മൊത്തത്തിൽ 4 ഭാഗം ഉണ്ടാവും റീപ്പർ, 4 ഭാഗത്തുള്ളതും ഇളക്കിയെടുക്കുക. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ റീപ്പർ കൂടെ ഗ്ലാസിൻ്റെ കൂട്ടത്തിൽ വാങ്ങണം എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇളക്കിയെടുക്കുന്ന ടൈമിൽ ആ റീപ്പർ എന്തായാലും പൊട്ടിപ്പോകും. കറക്റ്റ് പൊട്ടിപ്പോകാൻ വെച്ചാൽ നമ്മൾ ആണി അടിച്ചൊരു സ്പോട്ട് ഉണ്ടാവില്ലേ, അവിടെ വെച്ചിട്ടാണ് ആ റീപ്പർ സാധാരണ പൊട്ടിപ്പോകാറുള്ളത്. അപ്പോൾ ഒരു റീപ്പർ എന്തായാലും നമ്മൾ എക്സ്ട്രാ കൂടെ വാങ്ങണം ഗ്ലാസിൻ്റെ കൂട്ടത്തിൽ. അതും നമ്മൾ മറന്നു പോകരുത്. റീപ്പറും അതിൻ്റെ ആണിയും ആകെ 4 ഫ്രെയിം അടിക്കാണ്ടാവുള്ളൂ. ആണി വാങ്ങാൻ മറന്നാലും ബുദ്ധിമുട്ടാവും. ആണി വാങ്ങി വെക്കണം. അപ്പോൾ അതേപോലെ നമ്മൾ ഈ റീപ്പർ എല്ലാം എടുത്ത് മാറ്റുക. കൂട്ടത്തിൽ നമ്മൾ ഈ ഗ്ലാസിൻ്റെ മേലെ എപ്പോഴും ഒരു കയ്യിൻ്റെ ഒരു സപ്പോർട്ട് ഉള്ളത് ബെറ്ററാണ്. കാരണം ഇളകി നിൽക്കുന്ന ചില്ലൊക്കെ ആയിരിക്കും. അപ്പോൾ അത് താഴത്ത് വീണ് അപകടം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുക. എന്നിട്ട് വേണം നമ്മൾ റീപ്പർ ഊരിയെടുക്കാനായിട്ട്. പിന്നെ റീപ്പർ മൊത്തം ഊരി കഴിഞ്ഞാൽ പിന്നെ മെല്ലെ ആദ്യം ഇളകി നിൽക്കുന്ന ഗ്ലാസ് ഫസ്റ്റ് ഊരി മാറ്റുക. ആ രൂപത്തിൽ മൊത്തത്തിൽ ഗ്ലാസ് നമുക്ക് അതിൻ്റെ മേലെ നിന്ന് അയച്ചു വെക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ റീപ്പർ ഊരിയെടുത്ത ഭാഗത്ത് ആണികളുണ്ടാവും. അത് നമ്മളാരും ശ്രദ്ധിക്കാത്തൊരു കേസാണ്. ആദ്യമേ കൊണ്ടിട്ടാണ് പിന്നെ നമ്മൾ ഗ്ലാസ് ഫിറ്റ് ചെയ്യുന്ന നേരത്ത് ഗ്ലാസ് പൊട്ടാറുള്ള ഒരു സാഹചര്യം ഉണ്ടാവില്ലേ. അതിൻ്റെ ഒരു മെയിൻ റീസൺ ഇതാണ്. ഈ ആണി നെവർ മൈൻഡിൽ വിട്ടു. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ആ ആണിയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഊരി മാറ്റുക എന്നുള്ളതാണ്. അതിൽ ഒന്ന് തടവി നോക്കിയാൽ നമുക്കറിയാം അതിൽ ആണി പൊന്തി നിൽക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ. അങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് പഞ്ച് ചെയ്ത് ഉള്ളിലേക്ക് ആക്കുക. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഗ്ലാസ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്നതാണ് അതിൽ. പിന്നെ വേറൊരു കാര്യം കൂടെ, നമ്മൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞാലും ജസ്റ്റ് ഒന്ന് ഒരു സ്ക്രൂ ഡ്രൈവറോ മറ്റോ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തുടച്ച് നോക്കുക. അല്ലെങ്കിൽ ഇനി എന്തെങ്കിലും തടയുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ എടുക്കുന്ന നിലവിൽ തുരുമ്പ് പിടിച്ചോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. ആ പാർട്ടിക്കിൾസൊക്കെ ഒന്നുകൊണ്ട് വരുതി അത് വൃത്തിയാക്കിയിടുക. എന്നിട്ട് നമ്മൾ ഗ്ലാസ് വെച്ച് ചെയ്യാമെന്നുള്ളൂ. നമ്മൾ ഇവിടെ ഇപ്പോൾ ഗ്ലാസിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന കേസും കൂടെ ഞാനൊന്ന് കാണിക്കാം. നമ്മളിപ്പോൾ വാങ്ങിയിട്ടുള്ളൊരു ഗ്ലാസ്സാണിത്. അതിൽ നമുക്ക് വരുന്നത് കണ്ടോ 47 സെൻറ്റിമീറ്റർ, ഇവിടെ 29 സെൻറ്റിമീറ്റർ. ഇത് നമ്മൾ കറക്റ്റ് ഇതിൽ റീപ്പറിൻ്റെ ഔട്ടറല്ലേ, അതിൽ ഔട്ടറിൽ നിന്ന് ഈ ഔട്ടറിലേക്കുള്ള എക്സാക്റ്റ് മെഷർമെൻറ്റ് നോക്കുക. എന്നിട്ട് അതിൽ നിന്നൊരു 3 mm കുറച്ചിട്ട് നമ്മൾ ഗ്ലാസ് ധൈര്യമായിട്ട് ഓർഡർ കൊടുക്കുക. അപ്പോഴാണ് നമുക്കത് കറക്റ്റ് സൂട്ടായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ കുറച്ച് നീളം കൂടിയും കുറഞ്ഞൊക്കെ ഇരുന്നാൽ ബുദ്ധിമുട്ടാണ്. കൂടിക്കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ ചിപ്പ് ചെയ്യാനൊക്കെ നിൽക്കേണ്ടി വരും. അപ്പോൾ കറക്റ്റ് ഒരു 3 mm കുറച്ചിട്ട് ഗ്ലാസിൻ്റെ അളവ് കൊടുക്കുക. അതാണ് എപ്പോഴും ബെറ്റർ. പിന്നെ എന്നിട്ട് നമ്മൾ റീപ്പർ കറക്റ്റ് അളവ് എടുത്തിട്ട് 4 ഭാഗത്തെ റീപ്പറും കട്ട് ചെയ്ത് ഒഴിവാക്കുക. കറക്റ്റ് മെഷർമെൻറ്റിന് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇവിടെ ഞാനിപ്പോൾ ഉളി കൊണ്ടാണ് ചെയ്യുന്നത്. പിന്നെ വീഡിയോ കൊണ്ട് എടുക്കുന്ന കാരണം നമുക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു ആ ഒരു പീസ് കട്ട് ചെയ്യാന്നുള്ളത്. ഒരു എക്സ്ട്രാ ബ്ലേഡ് എടുത്തിട്ട് കട്ട് ചെയ്താൽ മതിയിട്ട് നിങ്ങൾ ചെയ്യുമ്പോൾ. ഇതിപ്പോൾ ശരിക്കും ഉളിയായിട്ട് കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ റീപ്പറിലൊന്ന് ജസ്റ്റ് ഒന്ന് കാലിട്ട് ചെറുതായിട്ടൊന്ന് ചവിട്ടി പിടിച്ചിട്ടൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഈ വീഡിയോ കൂടെ എടുക്കേണ്ട കാരണം ആ വിഷ്വൽ കവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ മെനക്കെട്ടിരുന്ന് കട്ട് ചെയ്യുന്നത്. എനിവേ അത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊന്ന് നോക്കുക, റീചെക്ക് ചെയ്യുക അതിൽ പാകമാവുന്നുണ്ടോ ഇല്ലേന്ന്. ചില MM-ൻ്റെ മാറ്റങ്ങൾ കാണിക്കും. അതിങ്ങനെ കുറച്ച് കൂടി നിർത്തിയിട്ട് നമ്മൾ ടൈറ്റാക്കി നിർത്തുന്നതും അത് ഗ്ലാസ് പിന്നീട് പൊട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫസ്റ്റ് കറക്റ്റാണോ അല്ലേ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിലിപ്പോൾ നോക്കുമ്പോൾ കുറച്ച്
കുറവ് കാണുന്നുണ്ട്. ഈ സൈഡിൽ ഓക്കെ അല്ല. അപ്പോൾ മറ്റേ സൈഡിലൊന്ന് വെച്ച് നോക്കിയതാണ് ഓക്കെ ആണെന്നുള്ളത്. അപ്പോൾ നോക്കുമ്പോൾ ഒരു മൈന്യൂട്ട് ഒരു പോർഷനും കൂടെ കട്ട് ചെയ്ത് വെക്കാനുണ്ട്. ഞാനൊരു MM എന്ന് പറഞ്ഞാൽ ഏത് അത്ര തന്നെ ഉള്ളൂ എന്നാണ് തോന്നുന്നത്. നോക്കി ആ ഒരു പീസും കൂടെ നമ്മളങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുക. അങ്ങനല്ലേ നമ്മൾ കാല് വെച്ച് ചവിട്ടിയപ്പോൾ എത്ര പെട്ടെന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് നോക്ക്. എന്നിട്ട് നമ്മൾ ഗ്ലാസ് ഒന്ന് വെച്ച് നോക്കുക. എന്നിട്ട് നമ്മൾ റീപ്പർ വെച്ചിട്ട്, ഞാനിവിടെ മട്ടം വെച്ചിട്ടാണ് ആണിയടിക്കുന്നത്. മട്ടത്തിൻ്റെ മേലെ ഒരു പേപ്പറും കൂടെ കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതെന്തിനാണ് ഇങ്ങനെ കവർ ചെയ്ത് കൊടുക്കുന്നത് എന്നുള്ളത് ഞാൻ വീഡിയോയുടെ അവസാനത്തിൽ പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പേപ്പർ വെച്ചിട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ പേപ്പർ ചുറ്റിയിട്ട് ഒരു റബ്ബർ ബാൻഡോ ഒരു നൂലോ വെച്ച് കെട്ടിയിട്ടതാണ് ഒരു കുറച്ചും കൂടെ എളുപ്പമായിട്ട് ചെയ്യാൻ പറ്റുക. ഞാനിപ്പോൾ നോക്കിയിട്ട് റബ്ബറും കയറൊന്നും കാണുന്നില്ല. അപ്പോൾ അങ്ങനെ തന്നെ വെച്ചിട്ട് കെട്ടാതെ വെച്ച് അടിക്കുകയാണ്. അങ്ങനെ ആണി വെച്ച് ചെറിയ റീപ്പറാണി വാങ്ങാൻ കിട്ടും, അത് വെച്ച് അടിച്ചാൽ മതി. അടിക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ ഒരു ഫിംഗറായിട്ടും കൂടെ ആണിക്കൊന്ന് സപ്പോർട്ട് ചെയ്യുക. അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെരിഞ്ഞ് പോകുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ടേ. അങ്ങനെ നമ്മൾ റീപ്പർ 4 സൈഡിലും അടിച്ച് തീർക്കേണ്ടത്. അതുപോലെ കുറച്ച് സൂക്ഷിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഗ്ലാസ് പൊട്ടാൻ സാധ്യതയുണ്ട്. അതുപോലെ സ്ക്രാച്ചൊക്കെ വരാൻ സാധ്യതയുണ്ട്. 4 ഭാഗം നമ്മൾ ഇതേപോലെ ആണി അടിച്ച് കംപ്ലീറ്റായി തീർത്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗ്ലാസ് ഇടുന്ന പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു എന്തിനാണ് പേപ്പർ വെക്കുന്നത് എന്നുള്ളത്. പേപ്പർ വെക്കുന്നത് നമ്മൾ ഈ ഗ്ലാസ്സുമേ ചാരിയിട്ടാണ് നമ്മൾ അടിക്കുക, ആണി അടിക്കേണ്ടത്. അപ്പോൾ ചാരി അടിക്കുമ്പോൾ ഗ്ലാസിൻ്റെ മേലെ സ്ക്രാച്ച് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളൊരു പേപ്പറോ അല്ലെങ്കിൽ എന്താണോ നിങ്ങൾക്ക് പർപ്പസ് മനസ്സിലായല്ലോ, അതിന് വേണ്ടി ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഗ്ലാസ് അടിക്കേണ്ടത് ഡയറക്റ്റ് പോയിട്ട് ഇങ്ങനെ മട്ടം കൊണ്ട് ഡയറക്റ്റ് അടിക്കരുത്. ഗ്ലാസ്സിൽ ചാരി കൊടുത്തിട്ട് തന്നെ അടിക്കണം. നമ്മൾ എടുത്തെടുത്ത് അടിക്കുമ്പോൾ ഒരു അടി എങ്ങാനും ഗ്ലാസ്സിൽ കൊണ്ടാൽ ഗ്ലാസ് അപ്പോൾ പൊട്ടിപ്പോവും. അതും കൂടെ ശ്രദ്ധിക്കണം. അങ്ങനെ നമുക്ക് ഈ രൂപത്തിൽ വളരെ സിമ്പിളായിട്ട് നിങ്ങളെ വീടിൻ്റെ ജനലൊക്കെ പൊട്ടി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് മാറ്റാവുന്നുള്ളൂ. ഒരു ആശാരിമാരെയൊക്കെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ടൈം ഉണ്ടാവില്ല. കാരണം ഒരു ജനലായിട്ടൊക്കെ വരുന്നതും ഒക്കെ ബുദ്ധിമുട്ടാണ്. കുറച്ച് ചറ പിടിച്ച പണി തന്നെയാണ് ഈ ഗ്ലാസ് മാറ്റുക എന്നുള്ളത്. ചെറുതായിട്ടൊന്ന് ശ്രദ്ധ മാറിപ്പോയാൽ അപ്പോൾ പൊട്ടും ഗ്ലാസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.